ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചലഞ്ച് എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? അങ്ങനെ ഒരു 3 സന്ദർഭങ്ങൾ നിങ്ങൾ എഴുതുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചതെങ്കിൽ ഇന്ന് നിങ്ങളുടെ പൊസിഷൻ എന്താകുമായിരുന്നു എന്നുള്ളതും എഴുതുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ശരിക്കും നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ കാരണമാണ് നമ്മളുടെ ഇന്നത്തെ ഏതൊരവസ്ഥ, നമ്മളുടെ നല്ലൊരവസ്ഥയാണെങ്കിലും മോശം അവസ്ഥയാണെങ്കിലും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ അല്ല നമ്മളെ ഡിസൈൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കുകളായിരിക്കും നമ്മളെപ്പോഴും നമ്മളായിട്ട് മാറ്റുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ലൈഫിൽ എനിക്ക് 54 വയസ്സായി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാലഘട്ടങ്ങളിൽ എനിക്ക് ഹൃദയവേദന ഉണ്ടാക്കിയ, എനിക്ക് കുറ്റബോധം ഉണ്ടാക്കിയ, എന്നാൽ വളരെ നിസ്സാരമെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് 10th പഠിക്കുന്ന സമയത്തായാലും +2 പഠിക്കുമ്പോഴായാലും നന്നായിട്ട് പഠിക്കുമായിരുന്നു. എനിക്ക് 10th പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിക്കും ക്ലാസ് മാർക്കുണ്ടായിരുന്നു. സയൻസ് ഗ്രൂപ്പിലായിരുന്നു പ്രീ ഡിഗ്രി ചെയ്തത്. അതിലും എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 10th പാസ്സായത് 88ലാണ്, 1988ലാണ് 10th പാസ്സായത്. അപ്പോഴും എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഈ ക്ലാസ് മാർക്കൊക്കെ വാങ്ങിച്ച് ജയിക്കുന്ന കുട്ടികൾക്കൊരു വിലയുണ്ടായിരുന്നു കുടുംബത്തിൽ. കാര്യം പഠിക്കുന്ന കുട്ടികളെന്നുള്ള ഒരു ഖ്യാതി നമുക്ക് വീട്ടിൽ കിട്ടും. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനെന്ന് പറയുന്ന ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മക്കൾക്ക് 3 പേർക്കും ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത്. പിൽക്കാലത്ത് 2 മക്കൾക്കും ഗവൺമെൻറ് ജോലി കിട്ടി, എനിക്കൊഴികെ. അപ്പോൾ ഈ 3 മക്കളിലും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ഞാനാണ്. കുടുംബത്തിൽ തന്നെയും മികച്ച നേട്ടം, അന്ന് വരെ ഉള്ളതിൽ ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച 2-3 പേരിൽ ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയും പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛന്, ഫാദറിന് എന്നെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ 10th കഴിഞ്ഞ് നമുക്കൊരു 3 മാസം ഗ്യാപ്പ് കിട്ടും. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഒരു 3 മാസം ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഈ സമയത്ത് എന്നെ അന്ന് 1988 കമ്പ്യൂട്ടർ ക്ലാസ്, കമ്പ്യൂട്ടർ അന്ന് ഇറങ്ങുന്ന കാലഘട്ടമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കുറിച്ച് കേൾക്കുന്നത് തന്നെ ഞാൻ കണ്ടുകൊണ്ടാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വസ്തുവിനെ കണ്ടുകൊണ്ടാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത് വലിയ കോഴ്സായിരുന്നു. അപ്പോൾ ആ കോഴ്സിനൊക്കെ ഞാൻ പോയി 88 പഠിച്ചിട്ടുള്ള ആളാണ്. അത് അങ്ങനെ പഠിക്കുകയും അങ്ങനെ ഈ ഗ്യാപ്പിൻ്റെ, ഈ 10th ഗ്യാപ്പിലും പ്രീ ഡിഗ്രിയുടെ ഇടയിലും ഞാനിങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സുകൾ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് 2-3 ഫ്രണ്ട്സ്, ഗേൾസാണ്, ലേഡീസ്, ഫ്രണ്ട്സിനെ പരിചയപ്പെടുകയും അവരുമായിട്ട്, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിക് വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ ഇതുപോലെ വെക്കേഷൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് 2 ഫ്രണ്ട്സ്, വിമൻസ് കോളേജിലെ 2 ഫ്രണ്ട്സിനെ, എന്ന് വെച്ചാൽ എന്നെക്കാട്ടിയും കുറച്ചുകൂടി ഏജുള്ള ഡിഗ്രിക്ക് പഠിക്കുന്നവരെ പരിചയപ്പെടുകയും തുടർന്ന് ഞാൻ വിമൻസ് കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ഇവരുമായിട്ട് വല്ലാത്ത അടുപ്പമായി. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലൊന്നും അധികം കയറാണ്ട് ഇവരുമായിട്ട് കറങ്ങലായിരുന്നു അന്നത്തെ. ഡിഗ്രിക്ക് കയറിയപ്പോൾ ഉള്ള ഫസ്റ്റ് ഇയർ ഡിഗ്രി ആണല്ലോ. അപ്പോൾ നല്ല ഉഴപ്പായെന്ന് മാത്രവുമല്ല, ഫസ്റ്റ് ഇയർ ഡിഗ്രി തീരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാമ്പത്തികമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. കാര്യം അച്ഛന് ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അച്ഛൻ്റെ വരുമാനത്തിൽ നിന്നും ഒത്തിരി സ്ട്രഗിൾ എടുത്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എന്നാൽ ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വളരെ സ്ട്രിക്റ്റാണ്, സാമ്പത്തിക കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. അതേസമയം എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുകയും ചെയ്യും. അപ്പോൾ 1-ാം തീയതി സാലറി കിട്ടുമ്പോൾ ആ മാസത്തെ എല്ലാ അക്കൗണ്ട്സും, എല്ലാ ഫീസ്,
ട്യൂഷൻ ഫീ ഉണ്ടെങ്കിൽ ട്യൂഷൻ ഫീ, കോളേജിലെ ഫീസ്, ബസ് ഫെയർ എല്ലാം നമുക്ക് കൃത്യമായിട്ട് തരാം. അന്ന് ബസ്സിന് കൺസെഷനാണ്. അപ്പം കൺസെഷൻ എടുത്ത് തന്നാൽ പിന്നെ 1 രൂപ പോലും നമുക്ക് എക്സ്ട്രാ തരത്തേയില്ല. അങ്ങനെ 1 രൂപ പോലും നമുക്ക് വീട്ടിൽ നിന്ന് എക്സ്ട്രാ ഒന്നിനും കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കവേ എനിക്ക് എക്സാം ഫീ അടയ്ക്കേണ്ട മാസത്തിൽ സാലറി കിട്ടി. ഫാദറിന് സാലറി കിട്ടിയപ്പോൾ ആ മാസത്തെ കണക്കിൽ എനിക്ക് എക്സാം ഫീ അടയ്ക്കാനുള്ള 100 രൂപയോ, ഗവൺമെൻറ് കോളേജിലാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് 100 രൂപയോ 150 രൂപ, അങ്ങനെ വളരെ ചെറിയ എമൗണ്ടാണ്. ഈ എമൗണ്ട് എൻ്റെ കയ്യിൽ ആദ്യമേ 1-ാം തീയതിയെ തന്നിട്ട് പിന്നെ മന്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ 2 ഫ്രണ്ട്സുമായിട്ട് പതിവ് പോലെ ഞങ്ങൾ നടക്കാൻ പോകും. വഴുതക്കാട് മുതൽ ഈസ്റ്റ് ഫോർട്ട് വരെ ഞങ്ങൾ നടക്കും ബസ് കയറാനായിട്ട്. ഒരു 3-4 കിലോമീറ്റർ ക്ലാസ് കട്ട് ചെയ്ത് വെറുതെ നടക്കും വർത്താനം പറഞ്ഞ്. അതായിരുന്നു അന്നത്തെ ഹോബി. അതൊക്കെ അന്ന് വലിയ കാര്യമാണ്. ഇന്നത്തെ പോലെ അല്ല. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വേറെയാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റങ്ങളാണ്, വലിയ തെറ്റുകളാണ് അന്ന്. അപ്പം നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവരുടെ കൂടെ ഏതോ ഫാൻസി സ്റ്റോറി കയറുന്നു. ഫാൻസി സ്റ്റോറി കയറിയപ്പോൾ ഞാൻ എന്തോ ഒരു സാധനം ആ ഒരു നിമിഷത്തെ പ്രേരണയിൽ നമ്മളങ്ങ് വാങ്ങുമല്ലോ. അങ്ങനെ ഞാൻ ഈ എക്സാം ഫീ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ എടുത്ത് ഞാൻ എന്തോ ഒരു സാധനം വാങ്ങിച്ചു. അത്രയ്ക്കും അല്ല, കുറച്ച് എമൗണ്ട് എടുത്ത്. അപ്പോഴേ എന്ത് തോന്നി എന്ന് ഞാൻ എന്നെക്കുറിച്ച് പിൽക്കാലത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അത് ഒരു നിമിഷത്തെ തോന്നലാണ്. നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു നിമിഷത്തെ പ്രേരണയാൽ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന കേട്ടല്ലേ. ചിലപ്പം ആ ഒരു നിമിഷം കഴിഞ്ഞാൽ ചിലപ്പം അവരത് ചെയ്യില്ലായിരിക്കും. അതാണ് ആ ഒരു നിമിഷത്തെ ഒരു പ്രേരണ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു നിമിഷത്തിൽ എനിക്ക് എന്ത് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ എത്രയോ കാലം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്തു തന്നെ ആയാലും ഞാൻ ആ എക്സാം ഫീ അടയ്ക്കേണ്ട പൈസ എടുത്ത് ഞാൻ എന്തോ ഫാൻസി സാധനം വാങ്ങിച്ചു. മാലയോ വളയോ അങ്ങനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് എക്സാം ഫീ അടയ്ക്കേണ്ട ഡേറ്റായി. ഇന്നത്തെ കാലഘട്ടമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. നമുക്കങ്ങനെ ആരെയിൽ നിന്ന് കടം വാങ്ങാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് 1 രൂപ പോലും നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനോ ഒന്നിനും പറ്റുന്ന ഒരു സാഹചര്യമോ ഒരു കാലഘട്ടമോ ഒന്നുമല്ല. അപ്പോൾ വീട്ടിൽ പറയാൻ എനിക്ക് പേടി. വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ അടിക്കുമായിരിക്കും, അത്രേ സംഭവിക്കുള്ളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു പ്രായത്തിൽ എനിക്കങ്ങനെ പറയാനൊരു പേടിയായിട്ട് എനിക്ക് എക്സാം ഫീ അടയ്ക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഡേറ്റായി എനിക്ക് എക്സാം ഫീ അടയ്ക്കാൻ പറ്റിയില്ല, എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനെ എക്സാം ഫീ അടയ്ക്കാൻ പറ്റാതെ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ ഫീസ് അടച്ചിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ എന്ത് ചെയ്യും? എനിക്ക് വീട്ടിൽ പറഞ്ഞാൽ അടിയാണോ, എന്തായാലും അടി കിട്ടും, അത്രേ ഉള്ളൂ. ഇന്നാലോചിക്കുമ്പം കുറച്ച് അടി കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ അന്നത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. വീട്ടിൽ പറയാതെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അപ്പോഴെനിക്ക് 18 വയസ്സ് കഴിയുന്ന ഒരു സമയമാണ്. അപ്പം വീട്ടിൽ അമ്മയ്ക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി സൈസ് ഉണ്ട്, അന്ന് കുറച്ച് വായ്പ കൂടുതലുള്ള ഒരാളാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. പക്ഷെ അച്ഛൻ എന്നെ പഠിപ്പിക്കണം, ഫാദറിന് എന്നെ പഠിപ്പിച്ച് ഗവൺമെൻറ് ജോലി വാങ്ങിച്ചിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഇങ്ങനെ ഒരു ചർച്ച വീട്ടിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രപ്പോസൽ വരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കണം. എൻ്റെ ഈ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അടിയുടെ പൂരമായിരിക്കും. ഞാൻ എക്സാം എഴുതിയിട്ടില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷ നേടാൻ, അന്നത്തെ ഒരു 18 വയസ്സുകാരിക്ക് അത്രേ ഉള്ളൂ. ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു എക്സാം എഴുതിയില്ല അത് വീട്ടിൽ നിന്ന് ഒളിക്കാനുള്ള ഒരു രക്ഷാമാർഗമാണ് അന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ വീട്ടിൽ അച്ഛന് താല്പര്യമില്ല കല്യാണം കഴിപ്പിക്കാനായിട്ട്. പഠിക്കണം, കുറച്ചുകൂടെ പഠിക്കട്ടെ എന്നുള്ള എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ. PSC എഴുതാൻ സമയമായിട്ടേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാലല്ലേ PSC എഴുതാൻ പറ്റും. ഞാൻ ഒരു PSC എക്സാം പോലും എഴുതിയിട്ടില്ല, എഴുതേണ്ട ടൈം ആയതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം എന്ന് അമ്മയ്ക്കും.
അപ്പം ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് അമ്മയുടെ സൈഡ് നിന്നും എതിർത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എതിർത്തിരുന്നെങ്കിൽ അന്ന് തീർച്ചയായിട്ടും എനിക്ക് എന്നെ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടില്ലായിരുന്നു, ഞാൻ എതിർത്തിരുന്നുവെങ്കിൽ. പക്ഷേ ഞാൻ എതിർത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് എക്സാമിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. കല്യാണം കഴിച്ചാൽ പിന്നെ ചോദിക്കത്തൊന്നുമില്ലല്ലോ. അത്രമാത്രം, അത്രയും നിസ്സാരവൽക്കരിച്ച് ഒരു ലൈഫിൻ്റെ ഏറ്റവും നിർണായകമായ, ലൈഫിൻ്റെ ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു രണ്ടാം ജന്മം തന്നെയാണ്. ആ ഒരു ഇത് ഒരു ആലോചനയില്ലാതെ, യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു നിമിഷത്തെ ഒരു കൗതുകത്തിന് വേണ്ടി വാങ്ങിയ എന്തോ ഒരു സാധനത്തിൻ്റെ പേരിൽ സ്വന്തം ജീവിതം ബലിയർപ്പിച്ചു എന്നുള്ള കുറ്റബോധം എനിക്ക് ഒരുപാട് കാലഘട്ടം വരെയും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിന് പോലും കാരണമായത് അന്ന് ഞാൻ ചിലവാക്കിയ ആ രൂപയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തിരിച്ച് ഞാൻ മറിച്ച് ഞാൻ ആലോചിച്ചാൽ ഞാൻ ഇന്നൊരു ഗവൺമെൻറ് ജോലിക്കാരിയായി റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയുണ്ടായിരുന്നുള്ളൂ. റിട്ടയർ ചെയ്യാറായിട്ടില്ല, 54 വയസ്സല്ലേ ആയുള്ളൂ. ഗവൺമെൻറ് ജോലിക്കാരിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും. ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ നിങ്ങളോട് സംസാരിക്കാനോ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്ഥാപനം എനിക്ക് തുടങ്ങാനോ ഒന്നിനും പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അന്ന് എന്നെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു കുറ്റബോധം എനിക്ക് ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു. ഞാൻ എന്നും തിരിഞ്ഞു ആ ഒരു നിമിഷത്തിൽ ഞാൻ എന്തിനങ്ങനെ വാങ്ങാൻ പോയി എന്ന് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്തിന് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ടേണിങ് പോയിൻ്റായി പോയി അത്. പക്ഷെ ഇന്ന് തിരിഞ്ഞാലോചിക്കുമ്പം ശരിക്കും ആ ഒരു ടേണിംഗ് പോയിന്റ് കാരണമാണ് ഞാൻ ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഗുണദോഷമുണ്ട്, ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. മറിച്ചായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ രീതിയിൽ സ്ട്രഗിൾ എടുക്കും. നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ എടുക്കേണ്ടി വരുന്നതൊക്കെ നമ്മൾ എടുക്കേണ്ടി തന്നെ വരുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മറിച്ച് എന്നൊരു ചിന്ത ഇപ്പം എനിക്കില്ല. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അന്ന് അങ്ങനെ ഡിസിഷൻ എടുത്തതുകൊണ്ട് 2 മക്കളായി, നല്ല 2 മക്കളാണ്. അവരെന്നെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു. വേറെ മക്കളായിരുന്നു എങ്കിൽ ചിലപ്പോൾ എന്നെ ഇത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യില്ലായിരിക്കാം, അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ മക്കൾ എന്നെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള 2 മക്കളാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളുമായിട്ട് ഓപ്പണായിട്ട് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എൻ്റെ 2 മക്കളാണ്. അവരുടെ ഒരു പ്രോത്സാഹനമാണ്. അവരെന്നെ പറയൂ മമ്മി ധൈര്യമായിട്ട് ഫേസ് ചെയ്യൂ, എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നിലോട്ട് ഇറങ്ങി നിന്ന് ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഷൈ ആയിട്ടുള്ള, കുറച്ച് മുന്നോട്ട് വരാൻ മടിക്കുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അപ്പം നമ്മളത് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ച ഒരു കാര്യം അത് എത്ര ഗുണകരമായിട്ട് ഭവിച്ചു പിന്നീട് എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ ചിലപ്പോൾ വലിയ തെറ്റായി തോന്നിയതൊക്കെ ഫ്യൂച്ചറിൽ നല്ലതായി തോന്നി ചെയ്തതൊക്കെ ഫ്യൂച്ചറിൽ ദോഷമായിട്ടും വന്ന് ഭവിച്ചിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ഇന്നത്തെ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾക്ക് തോന്നുന്ന, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റെന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കുറ്റബോധം, അത് നിങ്ങളുടെ ലൈഫിൽ വരുത്തിയ ചേഞ്ചസ്, അതങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എവിടെ നിൽക്കുമായിരുന്നു എന്നും നിങ്ങളൊന്ന് എഴുതി നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുണ്ടാകും. അപ്പം നാളെ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.